ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് കേരള ലഞ്ച് മെനുവിൻ്റെ 106ാമത്തെ മെനു ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ മെനുവിൽ തനി നാടൻ റെസിപ്പീസാണ്. ഒന്ന് മുരിങ്ങയില കൊണ്ടുള്ള ഒരു കറിയാണ്, പക്ഷേ ഇത് സാധാരണ കറികൾ പോലെയല്ല, ടോട്ടലി ഡിഫറെൻ്റ് ആണ്. അപ്പോൾ എന്തായാലും ചെക്കൗട്ട് ചെയ്ത് നോക്കുക. അതിൻ്റെ ഒപ്പം പരിപ്പ് തോരനും കൂടി ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. തോരപ്പരിപ്പ് ഉപയോഗിച്ചിട്ടുള്ള സിമ്പിൾ തോരൻ, തേങ്ങയൊക്കെ ചേർത്തിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ മീൻ വറുത്തതും സാലഡും പിക്കിളും പപ്പടമൊക്കെ ആയിട്ട് മെനു റെഡി ആയിട്ടുണ്ട്. ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് താഴെ കൊടുത്തിട്ടുണ്ട്. ഇതേപോലത്തെ നിറയെ മെനു റെസിപ്പീസിനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം ഉണ്ടാക്കാൻ പോണ മുരിങ്ങയില കഞ്ഞിക്കറിയാണ്. അപ്പോൾ ഇതൊരു സൂപ്പർ ഡിഫറെൻറ്റ് കറിയാണ്. ഇതിനൊരു ചട്ടി ഹൈ ഫ്ലെയിമിൽ അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ചെറിയുള്ളി അരിഞ്ഞതും പച്ചമുളകും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് ലൈറ്റായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. കളറൊന്നും മാറേണ്ട ആവശ്യമില്ല. ഒന്ന് ഉള്ളിയുടെ കളറ് ചെറുതായിട്ടൊന്ന് പിങ്ക് ആയാൽ മതി. അപ്പോൾ ഇതൊന്ന് വഴറ്റി കൊടുക്കുകയാണ്. ഇത് നന്നായി വഴഞ്ഞു വരുമ്പോൾ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. അതും കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് കഞ്ഞിവെള്ളമാണ്. അപ്പോൾ ചോറ് നന്നായിട്ട് വേവിച്ചതിന് ശേഷം നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന കഞ്ഞിവെള്ളമാണ്. അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അതും കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പൊ ഞാൻ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ കഞ്ഞിവെള്ളം നന്നായി തിളച്ച് വന്നപ്പോൾ നമ്മൾ വൃത്തിയാക്കി വെച്ചിരുന്ന മുരിങ്ങയില ഞാൻ ചേർത്തിട്ടുണ്ട്. ഒരു കൈപ്പിടി മുരിങ്ങയിലയാണ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത്. ഇനി ഈ മുരിങ്ങയില വേകുന്ന വരെ നമുക്ക് ഈ കഞ്ഞിവെള്ളത്തിൽ ഇതിട്ടിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി മുരിങ്ങയില ഒന്നും കൂടി ഒന്ന് വാടിക്കോട്ടെ. അതിനുശേഷം നമ്മുടെ കറി റെഡിയാവും. അപ്പോൾ ഇതിൽ സിമ്പിളായിട്ടുള്ള ഒരു കറി എന്തായാലും ഉണ്ടാക്കാൻ പറ്റില്ല, പക്ഷേ ഇതിന് സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതിന് കോമ്പിനേഷനായിട്ട് പരിപ്പ് തോരനാണ് ഉണ്ടാക്കിയത്. അതിനായിട്ട് ഒരു ചീനിച്ചട്ടിയിൽ വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. ഇതിലേക്ക് കരിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കുക. കരിവേപ്പില ഒന്ന് പൊട്ടി വരട്ടെ. അപ്പോൾ നമ്മൾ അതിലേക്ക് ചെറിയുള്ളിയും ചുവന്ന മുളകും ചതച്ചത് ചേർത്ത് കൊടുക്കുക. ഇനി ഇതൊന്ന് മൂപ്പിച്ചെടുക്കുക. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് വെളുത്തുള്ളിയും ചേർക്കാം, അതൊരു ഡിഫറെൻറ്റ് ടേസ്റ്റാണ്. അപ്പോൾ ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. നല്ലപോലെ വഴഞ്ഞു വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. അധികം തേങ്ങ ചേർക്കണ്ട, ഒരു അരക്കപ്പ് ഞാൻ ചേർത്തിട്ടുണ്ട്. അതും ചേർത്തിട്ട് ഒന്ന് ഒരു 2-3 മിനിറ്റ് നേരത്തേക്ക് ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമ്മൾ പ്രഷർ കുക്കറിൽ ഒരു വിസിലിന് 3/4 കപ്പ് വെള്ളം ഒഴിച്ച് പരിപ്പ് വേവിച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ടാണ് വേവിച്ചെടുത്തത്. അത് നന്നായി തണുത്തതിന് ശേഷം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ ഒപ്പം ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കൊരു 2 മിനിറ്റ് നേരം കൂടി അടുപ്പത്ത് വെച്ച് എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കുക്ക് ചെയ്ത് എടുക്കാം. അപ്പോൾ പരിപ്പ് വേവിക്കുമ്പോൾ 1 കപ്പ് പരിപ്പിന് 3/4 കപ്പ് വെള്ളം, ഒരു വിസിൽ ഹൈ ഫ്ലെയിമിൽ. അത് മാത്രം ഒന്ന് ഓർത്താൽ മതി. എന്നിട്ട് പരിപ്പ് നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രം ഇതിലേക്ക് ആഡ് ചെയ്യുക. അപ്പോൾ അത് ഉടഞ്ഞു പോവാണ്ട് നമുക്ക് കിട്ടും. അപ്പോൾ നമ്മുടെ പരിപ്പ് തോരൻ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ സിമ്പിൾ നാടൻ റെസിപ്പി റെഡി ആയിട്ടുണ്ട്. ഈ റെസിപ്പീസ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. അടുത്ത പ്രാവശ്യം ഒരു പുതിയ റെസിപ്പിയുമായി വരുന്നവരെ ബൈ.